ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ജസ്റ്റ് ആൻ അവയർനെസ് ദാറ്റ് ഇത് സോൺലി അച്ഛൻ്റെ അല്ലെങ്കിൽ സോൺലി അമ്മയുടെ കുറവുകൊണ്ടല്ല. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടി ആർക്കും ഒരു ബാധ്യതയല്ല. അവർ ഒരിക്കലും ഒന്നിനും ലെസ് അല്ല. അവർ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാണ്, സ്പെഷ്യൽ കിഡ്സ് ആണ് അവർ. ഹായ്, ഐ എം സോന, MSc സൈക്കോളജി ഗ്രാജുവേറ്റ് ആൻഡ് എ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ഇൻ എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഇന്നത്തെ ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്കാണ് പാരൻസ് ഇൻ എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളിൽ പാരൻസിൻ്റെ സപ്പോർട്ട് എന്താണെന്നും നമുക്ക് പലർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരു കുട്ടി ഉണ്ടായി എന്നതിനെ കരുതി മാത്രം അബാൻഡൻഡ് ആയി പോകുന്ന ചില അച്ഛന്മാരും ഉണ്ട്, ചില അമ്മമാരും ഉണ്ട്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടി ഉണ്ടായി അതിൻ്റെ റീസൻ്റെ ഒറ്റൊരു കാരണം ഒന്നെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ എന്ന് പറഞ്ഞ് ഇവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം, സോഷ്യൽ, സൈക്കോളജിക്കൽ, എൻവയറമെൻറ്റൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻപുട്സ് അച്ഛനും അമ്മയും ഒരുപോലെയാണ് കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. അത് ഒരാളുടെ കുറവ് കാരണമല്ല കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ഉണ്ടായത് ഒരു ഒറ്റൊരാളുടെ റീസൺ കൊണ്ടാണെന്ന് പറഞ്ഞ് അബാൻഡൻ ആക്കിയ അച്ഛന്മാരും അമ്മമാരും ഈ സമൂഹത്തിൽ സ്റ്റിൽ ഉണ്ട്. രണ്ടുപേരും നിന്നിട്ട് തന്നെ ഒത്തിരി ഹാർഡ് വർക്ക്സ് വരുത്തിയിട്ടാണ് ഈ ഒരു കുഞ്ഞിന് എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നത്. ആ സമയത്ത് അബാൻഡൻ ആക്കിയും കൂടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചേ. ഫാമിലി അബാൻഡൻ ആക്കുന്നു, സൊസൈറ്റി അബാൻഡൻ ആക്കുന്നു. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ അച്ഛന്മാരും കുറേ അമ്മമാരും ഈ സമൂഹത്തിൽ സ്റ്റിൽ ഉണ്ട്. ഈ കുട്ടി ഉണ്ടായി എന്നത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ഇങ്ങനൊരു കുട്ടി ഉണ്ടായി എന്നതാണോ റീസൺ, അതോ അബാൻഡൻ ആക്കാൻ നിൽക്കുമായിരുന്നു റീസൺ, നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ യങ് കപ്പിൾസിന് വേണ്ടി ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തുവാണ്. അതായത് യു ഹാവ് ടു ആസ്ക് ഈച്ച് അതർ, ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള അബാൻഡ്മെൻറ്റും പലതരത്തിലുള്ള ഇമോഷണൽ സ്ട്രഗിൾസും പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളും ഒഴിവാക്കാൻ ഈ ക്വസ്റ്റ്യൻസ് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഈ അവയർനെസ് കൂടട്ടെ, അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.